ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി കിച്ചൺ. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ വെള്ളിയാഴ്ചത്തെ ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വ്ളോഗൊന്നും പറയാൻ പറ്റില്ല, ഒരു ബിരിയാണിയുടെ റെസിപ്പി, ഞാൻ വെച്ച ബിരിയാണിയുടെ റെസിപ്പി. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടത് ആർക്കെങ്കിലും കോഴി വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലുള്ള നമുക്ക് നായിൻ്റെയും കീരീൻ്റെയും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉപകാരപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പി വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടിൽ കൊടുത്ത പോലെ മാരുതിപ്പോത്ത്. അത് നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല, നമ്മുടെ നാട്ടിലെല്ലാം എല്ലാവർക്കും അറിയും. അപ്പോൾ അതുകൊണ്ടാണ് നല്ല ടേസ്റ്റിയാണ് അതുകൊണ്ട് ബിരിയാണി വെച്ചാൽ. ഇപ്പോൾ ഏകദേശം 1 കിലോ ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഈ മീറ്റ്. ഇത് നല്ല സോഫ്റ്റ് മീറ്റാണ്. സാധാരണ പോത്തിൻ്റെ ആ ഒരു മീറ്റ് പോലെയല്ല, നമ്മൾ ആടിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇത് വരിക. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു മീറ്റ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അത്രയൊന്നും വേവ് ഇതിനില്ല. പിന്നെ നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഈ ബ്രോയിലർ കോഴിയൊക്കെ വാങ്ങില്ല, അതുപോലുള്ള ഒരു മീറ്റാണെന്ന് തോന്നുന്നു. കാരണം പോത്തിൽ നിന്നുള്ള ബ്രോയിലർ പോത്താണെന്ന് തോന്നുന്നത്. എനിക്ക് ശരിക്കും അറിയില്ല, ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ബിരിയാണി. പക്ഷേ ഇത് നമുക്ക് സാധാരണയായിട്ട് കടയിൽ പോയിട്ട് പെട്ടെന്ന് വാങ്ങാൻ പറ്റില്ല. ഇത് ഓർഡറുള്ള സമയത്ത് നമ്മൾ ഇറച്ചി കടക്കാരോട് പറഞ്ഞാൽ അവർക്ക് ഓർഡറുള്ള സമയത്ത് അവർ നമുക്ക് ഇത് എത്തിച്ച് തരും, അങ്ങനെയാണ്. ഇപ്പം ഞാൻ സാധാരണ പോലെ തന്നെ ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ചു. ഒരു 4 ഉള്ളി, ഇടത്തരം ഉള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. നല്ല സ്മെല്ലായിരിക്കും ഇങ്ങനെ ഈ ടൈമിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ അപ്പുറം നമ്മുടെ ഇറച്ചി വേവുന്നുണ്ട്. ഒരു 4-5 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം. ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് നോക്കുമ്പോൾ കുറച്ച് ഓയിൽ കൂടുതലായതുപോലെ തോന്നി. എനിക്കങ്ങനെ കൂടുതൽ ഓയിലൊന്നും മസാലയിലൊന്നും ഇല്ലത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ചൊന്നും അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ആ ഒരു ഓയിൽ നമുക്ക് നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് വലിയ 3 സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കിലോ മീറ്റിന് ബിരിയാണി വെക്കുമ്പോൾ നല്ല എരിവ് വേണ്ടവർക്ക് 15 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. സാധാരണ ആണെങ്കിൽ 10 അല്ലെങ്കിൽ 6, 5 അങ്ങനെയൊക്കെ പോകാം. പക്ഷെ നമുക്ക് നല്ല എരിവ് വേണ്ടതുകൊണ്ട് നമ്മൾ 15 എണ്ണം തന്നെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 തക്കാളിയാണ്. കൂടുതൽ തക്കാളി ചേർക്കുന്നതിനോടും എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. കാരണം നമ്മുടെ ഈ ബീഫും ആടൊക്കെ വെക്കുമ്പോൾ കുറച്ച് തക്കാളി ചേർത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇതാ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക്. ഇത് ശരിക്കും നമ്മുടെ മട്ടൻ്റെ മീറ്റ് പോലെ തന്നെയാണ് ഇത് കാണുമ്പോൾ. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ മസാലയ്ക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. കണ്ടോ, അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വരും. ഈ ബീഫ് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കറക്റ്റായിട്ട് വരും. ഈ സമയത്ത് കുറച്ച് മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ബാക്കി മുളക് പൊടി ഇതൊന്നും നമ്മൾ ചേർക്കണ്ട. മല്ലി, മഞ്ഞളൊക്കെ നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുള്ളതാണ്. പിന്നെ നല്ല എരിവുള്ളത് കൊണ്ട് ഞാൻ കുരുമുളകോ അങ്ങനെയൊന്നും ചേർത്തിട്ടുമില്ല. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വറ്റി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ റൈസ് തയ്യാറാക്കാം. ഞാൻ ഇപ്പോൾ 2 സ്പൂണോളം ഗീ ചേർത്തിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ഉള്ളിയും വേണം, പക്ഷേ ഉള്ളി ഓൾറെഡി പൊരിച്ചത് എൻ്റെ അടുത്ത് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് ഇത് മാത്രമാണ് ഞാനിപ്പോൾ പൊരിച്ചെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇപ്പോട്ട് മാറ്റി വെച്ച മസാലേൻ്റെ ഉള്ളിൻ്റെ ആ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 2 സ്പൂണ് വീണ്ടും
ഗീ ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ കുറച്ച് മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ. ഞാൻ കുറച്ച് വലിയ പാത്രം വെച്ചെന്ന് വെച്ചാൽ ഇതിൽ തന്നെ നമുക്ക് ദം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഏലക്കായും കറുവാപ്പട്ടയും അതൊക്കെ ഇട്ട് അതിലേക്ക് ഒരു അര ഉള്ളി മുറിച്ചിട്ടിട്ടുണ്ട്. നേർമയാക്കിയിട്ടൊന്നുമില്ല, കാരണം നമുക്ക് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അധികം ഉള്ളി ചുവന്ന് പോകാൻ പാടില്ല. പിന്നെ ഞാൻ ഇവിടെ 2.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 5 കപ്പ് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വന്നാൽ നമ്മൾ ഊറ്റി വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വീഡിയോ ഞാനൊന്ന് സ്പീഡാക്കി ചെയ്തതാണ്. നിങ്ങൾക്ക് വിശദമായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മസാല നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയിലൊക്കെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ചോറും വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഈ സമയം തന്നെ ക്യാരറ്റ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാർ പറയും ഒരു പാട്ടയ്ക്ക് 2 പാട്ടയാണ് വെള്ളമെന്ന്. ചില ആൾക്കാർ പറയും ഒരു പാട്ടയ്ക്ക് 1.5 പാട്ടയാണ്. പക്ഷേ ഞാൻ 2 പാട്ട തന്നെയാണ് ചേർക്കാറുള്ളത്. കറക്റ്റാണ് എനിക്കിതുവരെ ഗീ റൈസ് വെച്ചതിൽ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഒരു തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ബിരിയാണിക്ക് വേണ്ടി പൊടിച്ച് വെച്ച ആ മീലേക്ക് തന്നെ കുറച്ച് തേങ്ങയും മല്ലിയിലയും അതുപോലെ തന്നെ ഉപ്പ് ചെറുനാരങ്ങയും പിഴിഞ്ഞിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. നല്ലൊരു കോമ്പിനേഷനാണ് ഈ ബിരിയാണിക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് മറിച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗീ റൈസ് ഇതാ കണ്ടോ, നല്ല ഒട്ടലില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. 2 ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ ചോറും മസാലയൊക്കെ അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടുന്ന പരിപാടിയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഞാൻ ഈ ചോറിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. നമ്മുടെ ഈ ബീഫ് മസാല ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഒരു പകുതിയോളം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി പകുതി അവിടെ വെച്ച് അതിലേക്ക് കുറച്ച് നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളി കൂട്ടും, അതുപോലെ തന്നെ മല്ലി പുതിനയിലയും കുറച്ച് റോസ് വാട്ടറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. റോസ് വാട്ടർ ചേർത്താൽ ബിരിയാണിക്ക് നല്ല മണമായിരിക്കും. അതുപോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ റോസ് വാട്ടർ ഇട്ടാൽ നമ്മുടെ കല്യാണത്തിന് ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ അതേ സ്മെല്ല് കിട്ടും നമുക്ക്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അറിയുന്നവരാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്തോട്ടാ. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ അതുപോലെ തന്നെ അതിലേക്ക് കുറച്ചുകൂടി മല്ലിയിലയും ഉള്ളിക്കൂട്ടും ഇട്ടിട്ട് ബാക്കിയുള്ള ചോറ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അമർത്തി തന്നെ ഇത് കുറച്ചൊന്ന് നമ്മുടെ തവി കൊണ്ട് അമർത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ പൊരിച്ച ഉള്ളിക്കൂട്ടും അതുപോലെ ഈ മല്ലിയിലയും റോസ് വാട്ടർ കുറച്ച് ഗരം മസാലയും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദമ്മിന് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പിന്നെ നല്ലൊരു അടച്ചുറപ്പുള്ള നല്ലൊരു പുറത്തേക്ക് എയർ പോവാത്ത ഒരു മൂടിയിട്ട് ഒരു ഏകദേശം ചെറിയ ഫ്ലെയിമിൽ ഒരു 20 to അരമണിക്കൂർ ഇത്രയും നമ്മൾ ഒന്ന് ദം ചെയ്തെടുക്കണം. ഇനി ഞാനിതിന് ഒരു തൈര് കൂട്ടുണ്ടാക്കുന്നുണ്ട്. കക്കിരിയും പച്ചമുളകും മുറിച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും പിന്നെ ഈ ഒരു ഉറുമാമ്പഴം, ഈ ഒരു തൈര് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും. പിന്നെ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരുപാട് തൈര് ഒഴിക്കാൻ പാടില്ല, കുറച്ച് മാത്രം തൈര് ഒഴിച്ചിട്ട് വെക്കുക. അപ്പോൾ ഇതാ നമ്മുടെ തൈര് കൂട്ടും റെഡി ആയിട്ടുണ്ട്. ഏകദേശം ദമ്മിന് വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ നമ്മുടെ ദമ്മായി വന്നിട്ടുണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ആവിയൊന്നും നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റാത്തത്. ഇപ്പോൾ ഇതാ നമുക്ക് തൗഫീഖൊക്കെ പള്ളിയിൽ നിന്ന് വന്നിട്ട് നന്നായിട്ട് വിശന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വിളമ്പി കൊടുക്കാം. ബിരിയാണിയുടെ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ടേസ്റ്റിയാണെന്ന്. അത്രയും നല്ലൊരു ടേസ്റ്റായിരുന്നു ഈ ഒരു ബിരിയാണി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മാരുതിപ്പോത്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കണം.
അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ഇടുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.